ഹലോ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പഠിച്ചത്? വൈകുണ്ഠസ്വാമിയാണല്ലോ. എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൈക്കാട് അയ്യയെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാണ് ആര്? പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ, അല്ലെ? അപ്പൊ ഇനി ഇദ്ദേഹവുമായി തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇദ്ദേഹം ജനിച്ചത് 1814 ഇദ്ദേഹം മരണപ്പെട്ടത് 1909 ജൂലൈ 20 ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരാണ് സുബ്ബരായർ. എന്താണ്? സുബ്ബരായർ എന്നാണ് തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഗുരു ആരാണ്? തൈക്കാട് അയ്യയുടെ ഗുരു നമ്മൾ നേരത്തെ പഠിച്ചു, വൈകുണ്ഠസ്വാമിയാണ് തൈക്കാട് അയ്യയുടെ ഗുരു കേട്ടോ. തൈക്കാട് അയ്യയുടെ ഗുരു ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? തൈക്കാട് അയ്യയാണ് കേട്ടോ. ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ ആരാണ്? അതായത് തൈക്കാട് അയ്യയെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാരാണ് സച്ചിദാനന്ദ മഹാരാജും ചിട്ടി പരദേശിയും കേട്ടോ. തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷണങ്ങൾ നോക്കാം കേട്ടോ. ഗുരുവിന്റെ ഗുരു എന്ന വിശേഷണമുള്ള വ്യക്തി ആരാണ്? തൈക്കാട് അയ്യയാണ് കേട്ടോ. ഗുരുവിന്റെ ഗുരു എന്ന് പറയുന്നത് ആരെയാണ്? തൈക്കാട് അയ്യയാണ്. ശ്രീനാരായണ ഗുരുവിനെ അല്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഗുരുവിന്റെ ഗുരു ചിലപ്പോൾ ശ്രീനാരായണ ഗുരു ആയിരിക്കാം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ശ്രീനാരായണ ഗുരു അല്ല. ഗുരുവിന്റെ ഗുരു എന്ന് പറയുമ്പോൾ തൈക്കാട് അയ്യയാണ് കേട്ടോ. അയ്യാവ് സ്വാമികൾ എന്ന വിശേഷണം ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഹംയോഗോപദേഷ്ട എന്ന ഒരു വിശേഷണം ഇദ്ദേഹത്തിനുണ്ട്. ശിവരാജ് യോഗി എന്നും തൈക്കാട് അയ്യയെ വിശേഷിപ്പിക്കുന്നുണ്ട്. സൂപ്രണ്ട് അയ്യ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. പാണ്ടിപ്പറയൻ പണലിപ്പറയൻ. ഈ പാണ്ടിപ്പറയൻ പണലിപ്പറയൻ എന്ന് പറയുന്നത് സവർണ ജാതിക്കാർ തൈക്കാട് അയ്യയെ പരിഹസിച്ചു വിളിച്ചിരുന്ന പേരാണ് പാണ്ടിപ്പറയൻ എന്നും പണലിപ്പറയൻ എന്നും ഒക്കെ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ? ഗുരുവിന്റെ ഗുരു, അയ്യാവു സ്വാമികൾ, ഹംയോഗോപദേഷ്ട, ശിവരാജ് യോഗി, സൂപ്രണ്ട് അയ്യ, പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ ട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാണ് തൈക്കാട് അയ്യ എന്ന്, അല്ലെ? എന്നാൽ തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാരാരൊക്കെയാണെന്ന് അറിയണ്ടേ? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പിന്നെ സ്വാതി തിരുനാളുണ്ട്, മഗ്രികളുണ്ട്. ഇവരൊക്കെ എന്താണ്? തൈക്കാട് അയ്യാവിന്റെ പ്രധാന ശിഷ്യന്മാരാണ് കേട്ടോ. ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പിന്നെ മഗ്രികൾ, സ്വാതി തിരുനാള്. പിന്നെന്താ? പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യാണ്, അല്ലെ? തൈക്കാട് അയ്യാണ് പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? ഒന്ന് കമന്റ് ഇട്ടേ. തൈക്കാട് അയ്യാവിന്റെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ ആരാണ്? തൈക്കാട് അയ്യാവിന്റെ ശിഷ്യനുമായിരുന്നു, തിരുവിതാംകൂർ രാജാവുമായിരുന്നു കേട്ടോ. ഈ തൈക്കാട് അയ്യയുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാള് വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്നൊക്കെ മോചിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വൈകുണ്ഠസ്വാമി ജയിൽ തടവ് ജീവിതമൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന്, അല്ലെ? എന്നാല് വൈകുണ്ഠസ്വാമി, നമുക്കറിയാം വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാണ് തൈക്കാട് അയ്യ, അല്ലെ? ഈ തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരമാണ് തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന സ്വാതി തിരുനാൾ എന്ത് ചെയ്തത്? വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചത്. இந்த உலகத்திலே ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിൽക്കാലത്ത് തൈക്കാട് അയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമായത്? നമുക്ക് ഈ ഒരു കോട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആര് വഴിയാണ്? യെസ്, ശ്രീനാരായണ ഗുരു വഴിയാണ് ഈ ഒരു മുദ്രാവാക്യം പിൽക്കാലത്ത് എന്ത് ചെയ്തത്? പ്രശസ്തമായത് കേട്ടോ. എന്താണ് കോട്ട്? இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ആര് വഴിയാണ് പ്രശസ്തമായത് ഈ ഒരു മുദ്രാവാക്യം? ശ്രീനാരായണ ഗുരു കേട്ടോ. ശ്രീനാരായണ ഗുരു ആരുടെ ശിഷ്യനാണ്? തൈക്കാട് അയ്യയുടെ ശിഷ്യനാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. നമ്മൾ പറഞ്ഞ മറ്റൊരു ശിഷ്യനാണ് തൈക്കാട് അയ്യന്റെ മറ്റൊരു ശിഷ്യനാണ് മഗ്രിഗർ, അല്ലെ? നമുക്ക് നോക്കാം. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തൈക്കാട് അയ്യാവിനെ തൈക്കാട് റെസിഡൻസിലെ മാനേജറായി നിയോഗിച്ചത് ആരാണ്? ഈ മഗ്രിഗർ ആണ് കേട്ടോ. ഈ മഗ്രിഗർ ആരാണെന്ന് ചോദിച്ചാല് തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡന്റായി നിയമിതനായത് മഗ്രിഗർ ആണ്. തിരുവിതാംകൂർ റെസിഡന്റ് ആരാണ്? മഗ്രിഗർ ആണ്. പക്ഷേ തൈക്കാട് അയ്യാവിനെ തൈക്കാട് റെസിഡന്റ് മാനേജറായി നിയോഗിച്ചത് ആരാണ്? മഗ്രിഗർ ആണ് കേട്ടോ. ആരുടെ, ഏത് മഹാരാജാവിന്റെ കാലത്തായിരുന്നു? ആയില്യം തിരുനാളിന്റെ കാലത്തായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ തൈക്കാട് അയ്യാവാണ് മഗ്രിഗറിനെ യോഗ തമിഴ് അഭ്യസിപ്പിച്ചത്. അപ്പൊ യോഗ തമിഴ് മഗ്രിഗറിനെ അഭ്യസിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യാവാണ് കേട്ടോ.
തൈക്കാടയ്യ സ്ഥാപിച്ച ഒരു ആത്മീയ കേന്ദ്രമുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യർ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ഏത്? ശൈശവ പ്രകാശ സഭ, അതായത് ചാല എന്ന് പറയും. അപ്പൊ 1885 ശൈശവ പ്രകാശ സഭ, അതായത് ചാല എന്ന് പറയുന്ന ആത്മീയ കേന്ദ്രം മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടു കൂടി തൈക്കാടയ്യ സ്ഥാപിച്ചത്. എപ്പോഴാണ്? 1885. കേന്ദ്രത്തിന്റെ പേരെന്താണ്? ശൈശവ പ്രകാശ സഭ, അതായത് ചാല ട്ടോ. അപ്പൊ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം വരും, ആരാണ് ഈ മനോന്മണിയം സുന്ദരൻ പിള്ള എന്ന്, അല്ലേ? പറഞ്ഞുതരാം. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത വ്യക്തിയാണ് മനോന്മണിയം സുന്ദരൻ പിള്ള. എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത, എവിടെ? തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത വ്യക്തിയാണ് മനോന്മണിയം സുന്ദരൻ പിള്ള. ഈ മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടു കൂടിയാണ് തൈക്കാടയ്യ ശൈശവ പ്രകാശ സഭ, അതായത് ചാല എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ കേന്ദ്രം 1885 എന്ത് ചെയ്തത്? സ്ഥാപിച്ചത് കേട്ടോ. തൈക്കാടയ്യ നിത്യേന പ്രഭാഷണം നടത്തിയത് എവിടെയാണെന്ന് അറിയാമോ? തൈക്കാടയ്യ പ്രഭാഷണം നടത്തിയത് അഷ്ടപ്രധാൻ സഭയിലാണ് കേട്ടോ. ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭയിലാണ് തൈക്കാടയ്യ നിത്യേന പ്രഭാഷണം നടത്തിയത്. തൈക്കാട് അയ്യാ മിഷൻ രൂപം കൊണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ? തൈക്കാട് അയ്യാ മിഷൻ രൂപം കൊണ്ടത് 1984 കേട്ടോ. 1984 തൈക്കാട് അയ്യാ മിഷൻ രൂപം കൊണ്ടത്. ഇദ്ദേഹം സന്ദർശിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? ബർമ്മ, സിംഗപ്പൂർ, ആഫ്രിക്ക. ഓക്കെ, ബർമ്മ, സിംഗപ്പൂർ, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലാണ് തൈക്കാടയ്യ സന്ദർശിച്ചത്. ഞാനൊരു കോഡ് പറഞ്ഞുതരാം, സിബ എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ആഫ്രിക്ക, സിംഗപ്പൂർ, ബർമ്മ. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ, തൈക്കാടയ്യാവിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രാമായണം പാട്ട്, ബ്രഹ്മോത്തര കാണ്ഡം, രാമായണം സുന്ദരകാന്ഡം, രാമായണം ബാലകാന്ഡം, പിന്നെ പഴനി വൈഭവം, പഞ്ചരത്നം, ഹനുമാൻ പാമലെ, തിരുവാരൂർ മുരുകൻ, കുമാരകോവിൽ കുറവൻ, ഉജ്ജയിനി മഹാകാളി, എന്റെ കാശിയാത്ര. ഇതൊക്കെ നമ്മുടെ തൈക്കാട് അയ്യാവിന്റെ പ്രധാന രചനകളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 1909 ജൂലൈ 20 പ്രത്യേകത എന്താണ്? തൈക്കാടയ്യ സമാധിയായ വർഷമാണ് 1909 ജൂലൈ 20 കേട്ടോ. ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ച സ്ഥലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് തൈക്കാടയ്യാവിന്റെ സ്മരണാർത്ഥം അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത്. ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയാണ് ശിവൻ ട്ടോ. ഇത്രയും കാര്യങ്ങളാണ് തൈക്കാടയ്യാവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇന്ന് തൈക്കാടയ്യാവിനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? 1814 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സുബ്ബരായർ എന്നാണ്. തൈക്കാടയ്യാവിന്റെ ഗുരു വൈകുണ്ഠസ്വാമിയാണ്. തൈക്കാടയ്യാവിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഗുരുവിന്റെ ഗുരു, അയ്യാവു സ്വാമികൾ, ശിവരാജ് യോഗി, സൂപ്രണ്ട് അയ്യ, ഹംയോഗോപദേഷ്ട, പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ. ഈ പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്നൊക്കെ സവർണ ജാതിക്കാർ തൈക്കാടയ്യയെ പരിഹസിച്ച് വിളിച്ചിരുന്നതായിരുന്നു. പിന്നെന്താണ്? തൈക്കാടയ്യാവിന്റെ ശിഷ്യന്മാരാരൊക്കെയായിരുന്നു? മഗ്രികർ, സ്വാതി തിരുനാൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. ഇവരൊക്കെ ആരാണ്? തൈക്കാടയ്യാവിന്റെ പ്രധാന ശിഷ്യന്മാരായിരുന്നു. പന്തിഭോജനം ആരംഭിച്ച വ്യക്തിയാണ് തൈക്കാടയ്യ. പിന്നെന്താ പറഞ്ഞിരുന്നത്? 1885 ശൈശവ പ്രകാശ സഭ, അതായത് ചാല അല്ലെ എന്ന ആത്മീയ കേന്ദ്രം ആരാണ് സ്ഥാപിച്ചത്? തൈക്കാടയ്യാണ് അല്ലെ. ആരുടെ സഹായത്തോടെയാണ്? മനോന്മണിയം സുന്ദരൻ പിള്ള. ആരാണ് മനോന്മണിയം സുന്ദരൻ പിള്ള? യെസ്, തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി നേടിയ വ്യക്തിയാണ് മനോന്മണിയം സുന്ദരൻ പിള്ള. പിന്നെ തൈക്കാടയ്യ ആർക്കാണ് യോഗ തമിഴ് അഭ്യസിപ്പിച്ചത്? മഗ്രികറിനാണ് അല്ലെ. ഈ മഗ്രികർ ആരാണ്? യെസ്, തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡന്റായ വ്യക്തിയാണ് ആര്? മഗ്രികർ അല്ലെ. ഇദ്ദേഹത്തിനാണ് യോഗ തമിഴ് അഭ്യസിപ്പിച്ചത്. ആര്? തൈക്കാടയ്യ. അതുപോലെ തന്നെ തൈക്കാട് അയ്യാ മിഷൻ രൂപം കൊണ്ടത് എപ്പോഴാണ്? 1984 അല്ലെ. തൈക്കാട് അയ്യ സന്ദർശിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മളൊരു കോഡ് പറഞ്ഞു, സിബ, ആഫ്രിക്ക, സിംഗപ്പൂർ, ബർമ്മ. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ തൈക്കാടയ്യ സന്ദർശിച്ചത്. പിന്നെന്താണ് പറഞ്ഞത്? 1909 ജൂലൈ 20 ഇദ്ദേഹം മരണമടഞ്ഞത്. പിന്നെ ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ച സ്ഥലമാണ് തിരുവനന്തപുരം. ഈ ഒരു ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ഏതാണ്? ശിവനാണ് അല്ലെ. ഇത്രയും കാര്യം ഓർത്തു വെക്കുക.